ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ 5838 പേരുടെ കൂടി പൗരത്വം റദ്ദാക്കി. കുവൈറ്റ് ദേശീയത സംബന്ധിച്ച ഉന്നത സമിതിയുടേതാണ് നടപടി. നൂറുകണക്കിന് കേസുകൾ നിലവിൽ മന്ത്രിസഭാ സമിതിയുടെ പരിഗണനയിലുമാണ്. ഇരട്ട പൗരത്വ കേസുകൾ സ്ഥിരീകരിച്ചവരുടേത് ഉൾപ്പെടെയാണ് പൗരത്വം റദ്ദാക്കിയിട്ടുള്ളത്. കുവൈറ്റിലെ നിയമപ്രകാരം ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല. ഇതോടെ 2024 ഓഗസ്റ്റ് മുതൽ 2025 ജാനുവരി 16 വരെയുള്ള കാലയളവിൽ 35,548 കേസുകളിലാണ് പൗരത്വം റദ്ദാക്കിയത്. രാജ്യത്തുടനീളം പൗരത്വം സംബന്ധിച്ച നിയമലംഘനങ്ങൾക്കെതിരെയുള്ള പ്രചാരണം കുവൈറ്റ് ശക്തമാക്കിയിട്ടുണ്ട്. കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ സ്ഥിരത പുലർത്തുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഇത്തരം നയങ്ങൾ കുവൈറ്റിൽ കഴിയുന്നവരുടെ വിദേശികളായ ഭാര്യമാരെയും വ്യാജ രേഖകളുള്ളവരെയും ഇരട്ട പൗരന്മാരെയുമാണ് കാര്യമായി ബാധിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ പൗരത്വം നഷ്ടപ്പെടുന്ന ഏതൊരു സ്ത്രീക്കും അവരുടെ നിലവിലുള്ള ജോലിയും ശമ്പളവും തുടരാൻ കുവൈറ്റ് അനുവാദം നൽകുന്നുണ്ട്. വിരമിച്ച വ്യക്തികളാണെങ്കിൽ പെൻഷനുകളും തുടർന്നും ലഭിക്കും. യുഎഇയിലെ പ്രവാസി ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് പുതുക്കൽ നടപടിക്രമങ്ങൾ അബുദാബി ഇന്ത്യൻ എംബസി സുതാര്യമാക്കി. പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതും പുതുക്കുന്നതും ഉൾപ്പെടെ ഓരോ സേവനത്തെക്കുറിച്ചുമുള്ള വിശദാംശങ്ങളും എംബസി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നടപടിക്രമങ്ങളും അവ പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലയളവും സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അധികൃതർ പങ്കുവച്ചത്. സാധാരണ പാസ്പോർട്ട് പുതുക്കൽ, തൽക്കാൽ പാസ്പോർട്ട് പുതുക്കൽ, പ്രീമിയം സേവനം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് വിശദീകരണം. അപേക്ഷകർക്ക് വ്യക്തിപരമായ പരിഗണനയും സഹായവും ഓഫീസിലെ അധിക സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന പ്രീമിയം സർവീസിന് അധിക നിരക്ക് ഈടാക്കും. പാസ്പോർട്ട് പെട്ടെന്ന് പുതുക്കേണ്ടവർ തൽക്കാൽ സേവനമാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നും എംബസിയും ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റും വ്യക്തമാക്കുന്നു. പുറം സേവന കരാർ കമ്പനിയായ BLS ഇന്റർനാഷണൽ വഴിയാണ് പാസ്പോർട്ടിന് അപേക്ഷിക്കേണ്ടത്. പ്രീമിയം സേവനം ആവശ്യമുള്ളവർ വെബ്സൈറ്റ് മുഖേന മുൻകൂട്ടി ബുക്ക് ചെയ്യണം. BLS ഉദ്യോഗസ്ഥർ പാസ്പോർട്ട് അപേക്ഷകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഇന്ത്യൻ എംബസിക്കോ കോൺസുലേറ്റിനോ കൈമാറുന്നു. അപേക്ഷകന്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ച ശേഷം പുതുക്കി നൽകും. അതേസമയം തൽക്കാൽ പാസ്പോർട്ട് അപേക്ഷകർക്ക് മുൻകൂർ അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല. ഇവർ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാൽ മതിയെന്നും ഇന്ത്യൻ എംബസി അധികൃതർ വ്യക്തമാക്കി. BLS കേന്ദ്രങ്ങളിൽ തൽക്കാൽ അപേക്ഷകൾക്കായി പ്രത്യേകം സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ട്രാഫിക് പിഴയിൽ 50% ഇളവ് നൽകുന്ന സമയപരിധി അവസാനിക്കാൻ ഇനി 3 മാസമേ ബാക്കിയുള്ളൂ എന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഓർമ്മിപ്പിച്ചു. സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പ് പിഴകൾ അടയ്ക്കാൻ വേഗത്തിലാക്കണമെന്നും വകുപ്പ് അഭ്യർത്ഥിച്ചു. 2024 ഒക്ടോബറിൽ ആഭ്യന്തര മന്ത്രാലയം ട്രാഫിക് പിഴകളിൽ 50% ഇളവ് നൽകിയത് 6 മാസത്തേക്ക് കൂടി നീട്ടിയിരുന്നു. പുതിയ ഉത്തരവ് പ്രകാരം 2025 ഏപ്രിൽ 18 വരെയാണ് ഇളവോടുകൂടി പിഴ അടയ്ക്കാനുള്ള അവസരം. സൽമാൻ രാജാവിൻ്റെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെയും നിർദ്ദേശപ്രകാരമാണിത്. 2024 ഏപ്രിൽ 18 മുമ്പ് നടത്തിയ എല്ലാ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കുമുള്ള പിഴകൾക്കാണ് ഈ ഇളവ് ബാധകമാകുന്നത്. ഓരോ ലംഘനത്തിനും ഒറ്റത്തവണയായോ വെവ്വേറെയായോ പിഴ അടയ്ക്കാം. അതേസമയം ഏപ്രിൽ 18 ശേഷമുള്ള പുതിയ പിഴകൾക്ക് 25% ഇളവും അനുവദിച്ചിട്ടുണ്ട്. റോഡുകളിൽ അഭ്യാസം കാണിക്കുക, പരമാവധി വേഗപരിധിയിലും 30 കിലോമീറ്റർ അധിക വേഗത്തിൽ വാഹനമോടിക്കുക, ലഹരി ഉപയോഗിച്ച് വാഹനമോടിക്കുക എന്നിവ ഇളവിൽ ഉൾപ്പെടില്ല. റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സുരക്ഷിത യാത്രകൾ പ്രോത്സാഹിപ്പിക്കാനും നിയമലംഘനങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുമാണ് പുതിയ പ്രഖ്യാപനമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഒമാനിൽ പാകിസ്ഥാൻ സ്വദേശികൾക്ക് പുതിയ വിസ അനുവദിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. ഫാമിലി വിസ ഒഴികെയുള്ള വിസിറ്റ്, തൊഴിൽ വിസകൾ അനുവദിക്കുന്നതാണ് നിർത്തിവെച്ചത്. നിലവിൽ വിസയിലുള്ളവർക്ക് പുതുക്കുന്നതിനോ മറ്റ് വിസയിലേക്ക് മാറുന്നതിനോ തടസ്സമുണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി.
ഒമാനിലെ സീബ് വിലായത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മസ്കറ്റ് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തകരും സംഭവസ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. എളുപ്പത്തിൽ തീപിടിക്കുന്ന അസ്ഥിര വസ്തുക്കൾ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എന്നും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും സിവിൽ ഡിഫൻസ് അറിയിച്ചു. പരിക്കേറ്റവർ ഏഷ്യൻ പൗരന്മാരാണ്. OTP ഉൾപ്പെടെയുള്ള ബാങ്ക് വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് വ്യക്തികളെ കബളിപ്പിച്ചതിനു ശേഷം ഓൺലൈൻ തട്ടിപ്പ് നടത്തിയതിന് ഏഷ്യൻ പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരകളുടെ ഫോണുകളിലേക്ക് SMS വഴി സംശയാസ്പദമായ ലിങ്കുകൾ അയച്ച് അവരുടെ ഡാറ്റ നേടുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിക്കുകയും ചെയ്യുകയായിരുന്നു ഇയാൾ ചെയ്തതെന്ന് റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള കോളുകളും സന്ദേശങ്ങളും അവഗണിക്കാനും വിശ്വസനീയമല്ലാത്ത ഏതെങ്കിലും സ്ഥാപനവുമായി വൺ ടൈം പാസ്വേഡ് പങ്കിടുന്നത് ഒഴിവാക്കാനും വീണ്ടും അഭ്യർത്ഥിക്കുന്നു എന്നും റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഒമാനിലെ മസ്കറ്റിൽ കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് ചെറിയ തരത്തിലുള്ള ഭൂകമ്പം അനുഭവപ്പെട്ടു. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:43 മസ്കറ്റ് ഗവർണറേറ്റിൽ 2.5 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂകമ്പം അനുഭവപ്പെടുകയായിരുന്നു. മസ്കറ്റിന് ഏകദേശം 3 കിലോമീറ്റർ തെക്കായിട്ടാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മസ്കറ്റിന്റെ ചില ഭാഗങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടെങ്കിലും നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രാ മിഅ്റാജ് ദിനത്തോടനുബന്ധിച്ച് 2025 ജാനുവരി 30 വ്യാഴാഴ്ച ഒമാനിൽ പൊതു സ്വകാര്യ മേഖലകൾക്ക് പൊതു അവധി പ്രഖ്യാപിച്ചു. വാരാന്ത്യ അവധി കൂടി ചേർത്ത് 3 ദിവസത്തെ അവധിയായിരിക്കും സ്വദേശികൾക്കും വിദേശികൾക്കും ലഭിക്കുന്നത്. ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും ജനുവരി 21 വരെ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇതിന്റെ ഭാഗമായി പടിഞ്ഞാറൻ മുസന്തം ഗവർണറേറ്റിന്റെയും ഒമാൻ കടലിന്റെയും തീരങ്ങളിൽ പരമാവധി 2.5 മീറ്റർ വരെ തിരമാലകൾ ഉയർന്നേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ താപനില കുറയുമെന്നും മരുഭൂമിയിലും മറ്റും പൊടി ഉയരുകയും ദൂരക്കാഴ്ചയെ ബാധിക്കുകയും ചെയ്തേക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.